ഉൾവെട്ടത്തിലേക്ക് വീണ്ടും സ്വാഗതം. ആഹ്ലാദചിത്തരായി സങ്കീർത്തനങ്ങളാൽ ദൈവത്തെ വാഴ്ത്തിയിടുവിൻ. സങ്കീർത്തകന്റെ ഓർമ്മപ്പെടുത്തലാണ്. സാവൂളിനെ ദുരാത്മാവ് ബാധിച്ചു കഴിഞ്ഞപ്പോൾ ദാവീദ് കിന്നരം മീട്ടി പാട്ടുപാടി ഈ ദുരാത്മാവിനെ മോചിപ്പിച്ചെന്നും അയാളുടെ ഹൃദയം വീണ്ടും സന്തോഷത്താൽ നിറഞ്ഞു കവിഞ്ഞെന്നും സാമുവേലിന്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്. പാട്ടും പാടി ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളെ മാറ്റാനാവുമെന്ന് ശാസ്ത്രം പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് നമുക്കിന്ന് ചിന്തിക്കാം. മ്യൂസിക് തെറാപ്പിയുടെ ഉൾവെട്ടത്തെക്കുറിച്ച് വെട്ടം നിറഞ്ഞ ഹൃദയത്തോടു കൂടി ചിന്തിക്കുന്നത് വളരെ നല്ലതാണ്. പാട്ട് നമ്മുടെ ഹൃദയത്തിൻ്റെ ചിറകാണ് എന്ന് കീറ്റ്സ് എഴുതുന്നുണ്ട്. ഒരു പാട്ട് ഹൃദയത്തിൻ്റെ ചിറക് മുളപ്പിച്ച് ദൈവത്തിൻ്റെ കൃപയോളം ഒരാളെ ഉയർത്തുന്നുണ്ട് എന്ന് അനുഭവത്തിലൂടെ നമുക്കെല്ലാവർക്കും അറിയാം. അങ്ങനെയാണെങ്കിൽ പാട്ട് കേട്ടും പാട്ട് പാടിയും പാട്ടിനെ കാതോർത്തും നമുക്കും നമ്മുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളെ കുറേയൊക്കെ നേരിടുവാൻ സാധിക്കും. അതിനെക്കുറിച്ച് നമുക്കിന്ന് ചിന്തിക്കാം. ഒന്നാമതായിട്ട്, പാട്ട് കേട്ടിരിക്കുമ്പോൾ ഒരാളിലുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? അയാളിൽ എൻഡോർഫിൻ എന്ന ഫീൽ ഗുഡ് ഹോർമോൺ ഉണ്ടാകുന്നു. സുഗതമായ പുഴയൊഴുക്ക് അനുഭവമാണ് അത്. അതായത് ഒരാൾ പാട്ടിൽ അലിഞ്ഞു നിൽക്കുമ്പോൾ എൻഡോർഫിൻ എന്ന സുഗത ഹോർമോണിൻ്റെ പുഴയൊഴുക്ക് മഴപ്പെയ്ത്ത് അനുഭവം ഉണ്ടാകുന്നു. അയാൾക്ക് പുതുജീവൻ കിളിർത്തു വരുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് അത്. രണ്ടാമതായിട്ട്, അയാളിങ്ങനെ പാട്ടിൽ അലിഞ്ഞു നിൽക്കുമ്പോൾ ഡൊപ്പാമിൻ എന്നൊരു ഹോർമോൺ ഉണ്ടാകുന്നു. ഡൊപ്പാമിനെ പ്ലഷർ ഹോർമോൺ എന്നാണ് വിളിക്കുക. അതായത് ആനന്ദത്തിൻ്റെ ഹോർമോൺ. അപ്പോൾ നിങ്ങൾ ചില നേരങ്ങൾ പാട്ടൊക്കെ കേട്ടിരിക്കുമ്പോൾ പറഞ്ഞറിയിക്കാനാവാത്തൊരു സന്തോഷം വരും. അല്ലെങ്കിൽ നിങ്ങൾ ദൈവത്തെ പ്രകീർത്തിച്ചുകൊണ്ടൊക്കെ പാട്ട് പാടിയിരിക്കുമ്പോൾ കണ്ണ് നിറയുന്നു, നിങ്ങളുടെ മുഖം പുഞ്ചിരിയുടെ പ്രകാശം കൊണ്ട് നിറയുന്നു. അതിൻ്റെ കാരണം ദൈവികമായിട്ടുള്ള തലോടൽ തീർച്ചയായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മാനുഷികമായ മാറ്റങ്ങളുണ്ട്. ഈ ഡൊപ്പാമിൻ നന്നായിട്ടുണ്ടാകുമ്പോൾ അവർ വളരെ ഹാപ്പിയായി മാറുന്നു. പിന്നെ ഓക്സിറ്റോസിൻ എന്ന ലവ് ടോണിക് എന്ന് വിളിക്കപ്പെടുന്ന ഹോർമോൺ അതും ഉണ്ടാകുന്നു. അതോടുകൂടി കുറച്ചും കൂടി സ്നേഹം തോന്നുന്നു. ഇങ്ങനെ എന്തെന്ത് മാറ്റങ്ങളാണൊരു പാട്ട് നിങ്ങൾക്ക് നൽകുക. ഇനി ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ പഠനമനുസരിച്ച് ഒരു സ്റ്റുഡൻറ്റ് പഠിക്കുന്ന നേരത്ത് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് മ്യൂസിക് മുഴങ്ങുന്നുണ്ടെങ്കിൽ അയാളുടെ പഠനപരമായ മികവ് കുറച്ചുകൂടി പ്രകടിതമാകും. പഠനങ്ങൾ, ശാസ്ത്രീയമായ പഠനങ്ങളാണ് ഇത് നമുക്ക് പറഞ്ഞു തരിക. അതായത് ഫ്രണ്ടൽ ലോബ്, പാരിയറ്റൽ ലോബ്, ഹൈപ്പോതലാമസ്, അമിഗ്ദല, ഇങ്ങനെ തലച്ചോറിൻ്റെ വിവിധ ഭാഗങ്ങളെ മ്യൂസിക് സൗമ്യമായി തൊട്ടുണർത്തും. അതോടുകൂടി കോൺസെൻട്രേഷൻ കൂടും, അയാളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കൂടും, കൃത്യമായി ഉത്തരം ഗ്രഹിക്കാനുള്ള കഴിവ് വർദ്ധിക്കും. മാത്രമല്ല ഓർമ്മശക്തിയും പല മടങ്ങായിട്ട് കൂടും. അതുകൊണ്ടാണ് ഇപ്പോൾ പലയിടങ്ങളിലും പാട്ട് ഒരു പശ്ചാത്തലമായിട്ട് ഒരുക്കുന്നുണ്ട്. പാട്ട് കേട്ട് ജോലി ചെയ്യുമ്പോൾ, പാട്ടും കേട്ട് പഠിച്ചിരിക്കുമ്പോൾ കുറച്ചുകൂടി ബുദ്ധി വികാസം സംഭവിക്കും, ഉന്മേഷം ഉണ്ടാവും, എന്തൂസിയാസ്റ്റിക്കായിട്ട് കാര്യങ്ങൾ ചെയ്യാനാവും. ഇത് ശാസ്ത്രീയ പഠനമാണ്. അങ്ങനെയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യുന്നത് വളരെ നന്നായിരിക്കില്ലേ? അലബാമ യൂണിവേഴ്സിറ്റിയുടെ പഠനം വളരെ സുന്ദരമായൊരു കാര്യം വെളിപ്പെടുത്തുന്നുണ്ട്. എന്നെ കേൾക്കുന്ന വീട്ടമ്മമാർ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഈ പഠനം പറയുന്നത്, നിങ്ങൾ കുക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ കിച്ചണിൽ പശ്ചാത്തലമായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ പ്ലേ ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ ആ പാട്ട് നിങ്ങളെ സ്വാധീനിക്കും. കുക്കിങ്ങിനെ മാത്രമല്ല, നിങ്ങളുടെ മൊത്തം മാനസിക ഭാവത്തെ. അകത്ത് ഡൊപ്പാമിനും എൻഡോർഫിനും മറ്റുണ്ടാകുന്നത് കൊണ്ട് നിങ്ങൾ കുക്ക് ചെയ്യുമ്പോൾ ആ ഭക്ഷ്യ വിഭവത്തിലേക്ക് വരെ നിങ്ങളുടെ സന്തോഷം പകരാം.
നിങ്ങളുടെ കൈപുണ്യവും നിങ്ങളുടെ സ്നേഹവും നിങ്ങളുടെ കുക്കിംഗ് സ്കില്ലും അതോടൊപ്പം തന്നെ നിങ്ങളുടെ അകത്ത് നിറഞ്ഞ് കവിയുന്ന ഈ സ്നേഹത്തിൻ്റെ പൊഴിയൊഴുക്കും ചേർന്ന് കഴിയുമ്പോൾ നിങ്ങളുടെ ഭക്ഷണം കുറച്ചുകൂടി ടേസ്റ്റിയറായി മാറാം. ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. വീണ്ടും സദേൺ മിസിസിപ്പി യൂണിവേഴ്സിറ്റിയുടെ പഠനമനുസരിച്ച് ദാമ്പത്യ ബന്ധങ്ങളെ കുറച്ചുകൂടി സുന്ദരമാക്കി ആഴങ്ങളുള്ളതാക്കി മാറ്റാൻ മ്യൂസിക്കിന് വലിയ പ്രാധാന്യമുണ്ടത്രേ. അവർ പറയുന്നു, വീട്ടിൽ പ്രാർത്ഥിക്കാനും അതുപോലെ തന്നെ ഒരുമിച്ച് സംസാരിക്കുവാനുമൊക്കെ ചേർന്നിരിക്കുമ്പോൾ പാട്ടിൻ്റെ പശ്ചാത്തലം കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വളരെ നന്നായിരിക്കും. കാരണം പാട്ട് അറിയാതെ ഹൃദയങ്ങളെ അടുപ്പിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഓക്സിറ്റോസിൻ എന്ന ലവ് ടോണിക് നമ്മുടെ ഹൃദയങ്ങളിൽ നിറക്കുവാനായിട്ട് പാട്ടുകൾക്ക് സാധിക്കും. അതുകൊണ്ടാണ് നല്ലൊരു മ്യൂസിക് പീസ് നമ്മൾ കേട്ട് കഴിയുമ്പോൾ, അല്ലെങ്കിൽ നല്ലൊരു പാട്ട് നമ്മൾ കേട്ട് കഴിയുമ്പോൾ അറിയാതെ കണ്ണ് നിറയുന്നത്, അറിയാതെ മുഖത്തൊരു പുഞ്ചിരി വരുന്നത്, അറിയാതെ നമ്മൾ പ്രിയപ്പെട്ട ആളുകളെയൊക്കെ ഓർത്തു പോകുന്നത്. പാട്ടിന് മെമ്മറിയെ നമ്മളിലേക്ക് ബന്ധിപ്പിക്കാനുള്ള വലിയ കഴിവുണ്ട്. സുന്ദരമായ ഓർമ്മകളെ അല്ലെങ്കിൽ വേദനിപ്പിക്കുന്ന ഓർമ്മകളൊക്കെ പാട്ട് ചിറകിലേറ്റി നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരാറുണ്ട്. അങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകുവാനായിട്ട് പാട്ട് നമ്മെ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പാട്ടിൻ്റെ ചിറകുകളിൽ സഞ്ചരിക്കുന്നവർക്ക് ആനന്ദത്തിൻ്റെ ആകാശത്ത് എത്തിച്ചേരാൻ എളുപ്പത്തിൽ കഴിയും. ഇത് പഠനങ്ങൾ പറയുകയാണ്, കവിയുടെ ഭാവനയൊന്നുമല്ല. പാട്ട് പലതരത്തിൽ തെറാപ്യൂട്ടിക്കായിട്ട് ഡോക്ടർമാർ ഉപയോഗിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു കുഞ്ഞിന് പിറവി നൽകുന്ന സമയത്ത് ലേബർ റൂമിൽ പാട്ടിപ്പോൾ നിർബന്ധിതമായി കഴിഞ്ഞിട്ടുണ്ട് പല ആശുപത്രികളിലും. കാരണം പാട്ടിന് നമ്പർ 1 പെയിൻ കില്ലർ ആകാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. കാരണം പാട്ട് ശരീരത്തിലെ നാച്ചുറൽ പെയിൻ കില്ലറായ എൻഡോർഫിൻ ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പോൾ പാട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇനി അത്രയ്ക്ക് ശ്രദ്ധയോടുകൂടി അല്ല എങ്കിൽ പോലും പാട്ട് നമ്മുടെ ഉള്ളിൽ സാരമായിട്ടുള്ള ജൈവിക മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഈ ജൈവിക മാറ്റങ്ങൾ നമ്മളിൽ ഉണ്ടാകുമ്പോൾ നമ്മളറിയാതെ മാനസികമായിട്ട് അല്പം കൂടി ഉന്മേഷമുള്ളവരായി സന്തോഷമുള്ളവരായി മാറുകയും ചെയ്യുന്നുണ്ട്. ഇനി പല രോഗങ്ങൾക്കും ഏറ്റവും ഉത്തമ മെഡിസിനായിട്ട് പാട്ട് മാറിയിട്ടുണ്ട്. മ്യൂസിക് തെറാപ്പി എന്ന് അംഗീകരിക്കപ്പെട്ട ഒരു തെറാപ്പിയാണ്. മ്യൂസിക് തെറാപ്പിയിൽ എന്തൊക്കെയുള്ളത്? ആദ്യം പാട്ട് വെറുതെ കേൾക്കൽ മാത്രം, അതിന് അതിൻ്റേതായിട്ടുള്ള തെറാപ്യൂട്ടിക് ഗുണങ്ങളുണ്ട്. രണ്ടാമതായിട്ട് പാട്ട് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കൂടെ പാടൽ. അങ്ങനെ കൂടെ പാടുമ്പോൾ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ വളരെ അധികമാണ്. വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാകുന്നു മാത്രമല്ല, പല രോഗാവസ്ഥകളിൽ നിന്നും മോചനം ലഭിക്കുകയും ചെയ്യുന്നു. മൂന്നാമതായിട്ട് പാട്ട് നിർമ്മിച്ചെടുക്കൽ, കമ്പോസിങ് മ്യൂസിക്, അതും വളരെയധികം ഹെൽപ്ഫുള്ളാണ്. കാരണം പാട്ട് ചിട്ടപ്പെടുത്തിയെടുക്കുവാനും പാട്ട് പാടിക്കൊടുക്കുവാനൊക്കെ ശ്രമിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വലിയൊരു വികാസം ഉണ്ടാകുന്നുണ്ട്. മനസ്സിൻ്റെ വികാസം മാത്രമല്ല, ശാരീരികമായിട്ടുള്ള പല ലിമിറ്റേഷൻസിനും അപ്പുറത്തേക്ക് ശരീരം സഞ്ചരിക്കാൻ തുടങ്ങുന്നു. കുറച്ചുകൂടി രോഗാവസ്ഥയിൽ നിന്നും അരോഗാവസ്ഥയിലേക്ക് നമ്മൾ സഞ്ചരിക്കാൻ തുടങ്ങുന്നു. നമ്മളുടെ വിഷൻ കുറച്ചും കൂടി ക്ലിയറർ ആകുന്നു. നമ്മളുടെ മൊത്തത്തിലുള്ള ജീവിത ശൈലി കുറച്ചുകൂടി ആരോഗ്യമുള്ളതായിട്ട് മാറുന്നു. ഇങ്ങനെ പുതിയ ഒരു തുടക്കമിടുവാനായിട്ട് പാട്ട് നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇനി ചില പാട്ടുകൾ നമ്മൾ നെഞ്ചിലേറ്റ് നടക്കുന്നത് ആ പാട്ടുകൾക്ക് അത്രയ്ക്കങ്ങ് നമ്മെ സ്പർശിക്കുവാനുള്ള കഴിവുള്ളതുകൊണ്ടാണ്. ക്രിസ്ത്യൻ ഭക്തി ഗാനരംഗത്ത് 1000 ഭാഷകളിലേക്കെങ്കിലും വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു പാട്ടുണ്ട്. ആ പാട്ട് പണ്ടത്തെ ഒരു അടിമ വിൽപ്പനക്കാരൻ
പിന്നീട് ആംഗ്ലിക്കൻ വൈദികനായി മാറിയ ആൾ രചിച്ചതാണ്, ഈണമിട്ടതാണ്. ജോൺ ന്യൂട്ടൺ എന്ന അദ്ദേഹത്തിൻ്റെ പേര്. അതേ എഴുതിയ ആ പാട്ട് ഇംഗ്ലീഷ് പാട്ടുകളുമായി വലിയ അടുപ്പമുള്ള ആളുകൾക്ക് കാണാപ്പാടമാണ്. അമേസിങ് ഗ്രേസ് എന്ന് തുടങ്ങുന്ന ആ പാട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും പോപ്പുലറായിട്ടുള്ള ക്രിസ്ത്യൻ പാട്ടുകളുടെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ ആദ്യ സ്ഥാനത്തേക്ക് ഈ പാട്ട് വന്നു എന്ന് വരാം. അമേസിങ് ഗ്രേസ് എന്ന് തുടങ്ങുന്ന ഈ പാട്ട്. ഈ പാട്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, അടുത്ത കാലത്ത് ഈ പാട്ടിനെ ഒരു ശാസ്ത്രീയ പഠനത്തിന് വിധേയമാക്കി. ആ പാട്ടിൻ്റെ തെറാപ്യൂട്ടിക് ഇഫക്റ്റുകളെ. ആ പഠനം വളരെ രസകരമായിട്ട് തോന്നി. കാരണം ഈ അമേസിങ് ഗ്രേസ് എന്ന പാട്ട് ഒരു വിശ്വാസ തീവ്രതയോടുകൂടി, സന്തോഷത്തോടുകൂടി, സ്നേഹത്തോടുകൂടി ആലപിക്കുകയോ പാട്ട് വെറുതെ കേൾക്കുകയോ ചെയ്യുമ്പോൾ ആളുകളിലുണ്ടാകുന്ന മാറ്റം. ഒരു 10-15 മിനിറ്റ് നേരം ഈ പാട്ട് ഹൃദയപൂർവ്വം പാടിക്കഴിയുമ്പോൾ പാർക്കിൻസൺസ് രോഗമുള്ളവർക്ക് അല്പം ശമനം, അതുപോലെ അൽഷിമേഴ്സ് ഡിസീസ് ഉള്ളവർക്ക് ഒരല്പമെങ്കിലും ഓർമ്മയുടെ മാറ്റം, ഇനി ഡിമെൻഷ്യ ഉള്ളവർക്കും ചെറിയൊരു മാറ്റം. വീണ്ടും ഈ പാട്ട് ഹൃദയപൂർവ്വം കേൾക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ പാടുന്ന ആളുകൾക്ക് കാർഡിയോ വസ്കുലർ ഡിസീസിൽ നിന്നും താൽക്കാലികമായെങ്കിലും ഒരു ശമനം. ഇനി ഈ പാട്ട് 3/4 ആ ഒരു ഋതത്തിൽ വരുന്ന പാട്ടാണ്. അപ്പോൾ ഈ പാട്ടിൻ്റെ പ്രത്യേക പാറ്റേൺ നിമിത്തം ഈ പൾമണറി ഡിസീസുള്ള പലർക്കും, ശ്വാസകോശ സംബന്ധമായ ഡിസീസുള്ള പലർക്കും ചെറുതായിട്ടെങ്കിലും രോഗശമനം ഉണ്ടാകുന്നതായിട്ട് ശാസ്ത്രീയ പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ പാട്ട് ക്യാൻസർ പ്രതിരോധ ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് സഹായമായിട്ടുണ്ട്. കാരണം ഒരു റിലീഫ്, സ്ട്രെസ് മാറ്റിക്കൊണ്ട് ശരീരത്തിൽ കുറച്ചുകൂടി സ്വസ്ഥത നൽകുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്ന ഒരു ദൈവികമായൊരു അന്തരീക്ഷം അങ്ങനെ ഉണ്ടാകുമ്പോൾ ഈ പാട്ട് പലപ്പോഴും പലർക്കും വളരെ തെറാപ്യൂട്ടിക്കായി മാറി. മാത്രമല്ല ഈ പാട്ട് പാടുന്ന ആളുകൾക്ക് സ്ട്രെസ് വളരെയധികം കുറഞ്ഞു. ഇനി ഒരു 15 മിനിറ്റ് നേരം ഈ പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളിൽ അവരുടെ ബ്ലഡ് ഫ്ലോ കുറച്ചുകൂടി സുഗമമായിട്ട് മാറി. ഇങ്ങനെ ഈ ഒരു പാട്ട് തെറാപ്യൂട്ടിക്കായിട്ട് മിറക്കിൾ സോങ് പോലെയായി മാറി. അപ്പോൾ അതുപോലെ തന്നെ പല പാട്ടുകളും എടുത്തു നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ പാട്ടുകൾക്ക് ആളുകളെ ജീവിതത്തിൽ ഒരുപാട് മാറ്റമുള്ളവരാക്കി മാറ്റാനുള്ള കഴിവുണ്ട് എന്ന് തെളിയിക്കപ്പെട്ടു. പണ്ട് നമ്മൾ ഒരു അത്ഭുത കഥ കേൾക്കുന്നത് പോലെ താൻസൻ എന്ന അക്ബറിൻ്റെ കൊട്ടാരത്തിലെ ഗായകൻ പാട്ടുപാടി, മേഘമൽഹാർ ഗീതത്തിൽ പാട്ടുപാടി മഴ പെയ്യിച്ചെന്നും, അതുപോലെ തന്നെ കൊട്ടാരത്തിലെ വിളക്കുകളൊക്കെ പാട്ടുപാടി ദീപക് രാഗത്തിൽ പാട്ടുപാടി വിളക്കുകളൊക്കെ തെളിച്ചെന്നും കേട്ടിട്ടുണ്ട്. അത് കേട്ടിട്ട് നമ്മൾ വിശ്വസിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ഇപ്പോഴത്തെ ശാസ്ത്രീയമായ പഠനങ്ങൾ പറയുന്നത് പാട്ടിന് അതിനുള്ള കഴിവുണ്ട് എന്ന് തന്നെയാണ്. സെയിൻറ്റ് അഗസ്റ്റിൻ പറയുന്നുണ്ട്, പാടുന്നവൻ 2 മടങ്ങ് പ്രാർത്ഥിക്കുന്നു. ശരിയല്ലേ? നമ്മുടെ പള്ളികളിലൊക്കെ ദൈവത്തിൻ്റെ ഓർമ്മപ്പെടുത്തലുകളുള്ള, ദൈവത്തെ ഹൃദയപൂർവ്വം സ്തുതിക്കുന്ന, നന്ദി പറയുന്ന, ദൈവത്തിൻ്റെ സ്നേഹം വാഴ്ത്തിപ്പാടുന്ന പാട്ടുകൾ നമ്മൾ ഒരുമിച്ച് പാടുമ്പോൾ സ്വർഗീയമായിട്ടുള്ളൊരു സന്തോഷം നമ്മളിൽ വന്ന് നിറയും. പാടുന്നവൻ 2 മടങ്ങ് പ്രാർത്ഥിക്കുന്നു, സത്യമാണത്. പക്ഷേ പാടാൻ ഒട്ടും അറിയാത്തവർ ഒച്ച വെച്ച് കഴിയുമ്പോൾ കേൾക്കുന്നവർ 2 മടങ്ങ് സഹിക്കുന്നു എന്ന അവസ്ഥയും വരാം. ഇത് നമ്മുടെ ഓരോരുത്തരുടെ പള്ളികളിൽ ഏതവസ്ഥയാണുള്ളതെന്ന് നമ്മൾ ഓരോരുത്തരും വിലയിരുത്തണം. എന്തായിരുന്നാലും നമ്മുടെയൊക്കെ ഹൃദയം തുറന്നുള്ള ആരാധനാ ഗീതാലാപനം നമ്മെ ദൈവത്തോളം ഉയർത്തും. അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. ദൈവത്തിൻ്റെ കൃപയുടെ പുഴയിലേക്ക് പാട്ടിൻ്റെ പാലാഴി നമ്മെ നയിച്ചെന്ന് വരാം. അപ്പോൾ ആ തരത്തിൽ മ്യൂസിക് ഒന്ന് ഹൃദയപൂർവ്വം സ്വീകരിക്കുന്നത് വളരെ നന്നായിരിക്കും. ഡോക്ടർ ആൽഫ്രഡ് തൊമാത്തിസ് എന്ന ഒരു
ഡോക്ടർ നടത്തിയ വളരെ രസകരമായിട്ടുള്ള കുറേ പഠനങ്ങളുടെ വിവരണങ്ങൾ ഒരു പുസ്തകമുണ്ട്. അദ്ദേഹം പഠനങ്ങൾ നടത്തിയത് ഗ്രിഗോറിയൻ മ്യൂസിക്കിനെ കുറിച്ചാണ്. ഗ്രിഗോറിയൻ മ്യൂസിക് കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക സംഗീത ശാഖയാണ്. ഈ ഗ്രിഗോറിയൻ മ്യൂസിക്കാണ് പണ്ടത്തെ ആശ്രമങ്ങളിലൊക്കെ സന്യാസിമാർ പാടിയിരുന്നത്. അവരുടെ ഗാനാലാപനം കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ഉള്ളിലൊക്കെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഉജ്ജ്വല മുഹൂർത്തത്തെ വിളിച്ചറിയിക്കുന്ന കാറ്റ് വന്ന് തൊടുന്ന അനുഭവം നമുക്കൊക്കെ ഉണ്ടാകാറുണ്ട്. ഈ ഗ്രിഗോറിയൻ ചാൻറ്റ് ഉണ്ടാക്കുന്ന മാറ്റത്തെക്കുറിച്ച് വളരെ യാദൃച്ഛികമായിട്ടാണ് അദ്ദേഹം പഠിക്കാൻ തുടങ്ങിയത്. ഇദ്ദേഹം ഫ്രാൻസിലുള്ള ഒരു ബെനഡിക്റ്റൈൻ ആശ്രമത്തിൽ പോയി താമസിക്കുകയാണ്. അപ്പം അവിടുത്തെ സന്യാസിമാർ ഒരു പരാതി പറഞ്ഞു. ഇദ്ദേഹം ഡോക്ടറാണല്ലോ. അവർക്ക് പലർക്കും പണ്ടത്തെ ഉന്മേഷമില്ല, പണ്ടത്തെ സന്തോഷമില്ല, മാത്രമല്ല അവർക്ക് ഉറക്കക്കുറവുണ്ട്, പലവിധ പ്രശ്നങ്ങളുണ്ട്. പണ്ടത്തെ ആളുകളല്ല ഇപ്പോഴത്തെ ആളുകൾ. അപ്പോൾ ഇതിൻ്റെ കാരണം അന്വേഷിച്ച് ഒരു ഗ്രൂപ്പായിട്ട് മനുഷ്യർക്കൊക്കെ പ്രശ്നങ്ങൾ വരുന്നതിൻ്റെ കാരണം അന്വേഷിച്ച് തൊമാത്തീസ് സഞ്ചരിക്കുന്നു. അദ്ദേഹം മനസ്സിലാക്കിയൊരു കാര്യം, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇവരൊക്കെ ഗ്രിഗോറിയൻ പാട്ട് സ്ഥിരമായി പാടുന്ന ആശ്രമങ്ങളിലൊക്കെ അവരുടെ ഔദ്യോഗിക പാട്ടാണ് ഗ്രിഗോറിയൻ ചാൻറ്റ്. ഈ യാമപ്രാർത്ഥനകളൊക്കെ ഗ്രിഗോറിയൻ രീതിയിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ഗ്രിഗോറിയൻ ചാൻറ്റ് ദിവസത്തിൽ പല പ്രാവശ്യം ആശ്രമങ്ങളിൽ മുഴങ്ങാറുണ്ട്. ഈ ആശ്രമത്തിൽ അവരുടെ പ്രാദേശിക ഭാഷയിലേക്ക് പാട്ടുകൾ മൊഴിമാറ്റം നടത്തി പുതിയ ഈണവും ചിട്ടമൊക്കെ കൊണ്ടുവന്നു. പുതിയ രീതിയിലാണ് ഇപ്പോൾ പാടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഗ്രിഗോറിയൻ ചാൻറ്റ് മാറ്റി പുതിയ ഈണത്തിൽ പാടാൻ തുടങ്ങിയപ്പോൾ ആ പണ്ടുണ്ടായിരുന്ന സ്വാസ്ഥ്യം അതില്ലാതായി. ഇവർക്കറിയില്ല ഇങ്ങനൊരു മാറ്റം വന്നത്. പക്ഷേ ആ പഴയ ആരോഗ്യസ്ഥിതി, ഉണർവ്, ഉന്മേഷം അതൊക്കെ നഷ്ടപ്പെട്ടു പോയി. ഇപ്പോൾ തിമോത്തീസ് പറയുന്നത് അദ്ദേഹം ഇവരെ കൊണ്ട് വീണ്ടും ഗ്രിഗോറിയൻ ചാൻറ്റ് പാടിക്കാൻ തുടങ്ങി. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അദ്ദേഹം പറയുന്നത് ഒരു റീചാർജറുടെ ഇഫക്റ്റാണ് ഈ പഴയ ഗ്രിഗോറിയൻ ചാൻറ്റ് അവരുടെ ജീവിതത്തിൽ കൊണ്ടുവന്നത്. പാട്ട് നിസ്സാരമായിട്ടല്ല നമ്മയൊക്കെ സ്വാധീനിക്കുന്നത്. ഇനി പാട്ട് തന്നെ നമ്മെ അക്രമാസക്തരാക്കുന്ന പാട്ടുകളുണ്ട്. ഇന്ന് പലപ്പോഴും ഏറ്റവും അക്രമാസക്തിയുടെ വയലൻ്റ് സോങ്സാണ് ആഘോഷിക്കപ്പെടുന്നത്. ഈ വയലൻ്റ് സോങ്സിനൊരു പ്രത്യേകതയുണ്ട്. നമ്മളുടെ ഉള്ളിലുള്ള വയലൻ്റ് ഭാവങ്ങളെ അത് തൊട്ടുണർത്തും. അതുകൊണ്ടാണ് പലപ്പോഴും പല സിനിമകളിലും സംഘടന രംഗങ്ങൾക്ക് പശ്ചാത്തലമായിട്ട് അങ്ങേറ്റം വയലൻ്റായിട്ടുള്ള മുഴങ്ങുന്ന പൊട്ടിത്തെറിക്കുന്ന വിധത്തിലുള്ള ശബ്ദ കോലാഹലങ്ങൾ കുത്തി നിറക്കുന്നത്. ഈ സിംഫോണിയ എന്ന പദമാണല്ലോ, സിംഫണി എന്ന പദത്തിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കാക്കോഫോണിയ എന്ന പദം. അതായത് സിംഫണി എന്ന് പറയുമ്പോൾ സ്വരം സ്വരത്തോട് ചേർന്ന് ലയമായി, ഈണമായി, താളമായി അങ്ങനെ ഒഴുകിയിറങ്ങുന്നതാണ് സിംഫണി. അതിന് നേരെ ഓപ്പോസിറ്റാണ് കാക്കോഫോണി, അതായത് വെറുതെ ഒച്ചവെക്കലാണ്. പിന്നെ പലപ്പോഴും പാട്ട് എന്ന് പറയുന്നത് ഒച്ചവെക്കലായിട്ട് മാറിയിട്ടുണ്ട്. ഈ ഒച്ചവെക്കൽ പാട്ടായി കരുതി അതിൻ്റെ വഴിയിൽ പോകുമ്പോൾ അറിയാതെ നമ്മുടെ യുവസമൂഹം വയലൻ്റായി മാറാം. അതും പഠനങ്ങൾ തന്നെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. അതായത് സ്ഥിരമായിട്ട് ഭയങ്കര ജാറിങ് ആയിട്ടുള്ള ശബ്ദമുഖരിതമായ വെറും ഒച്ച മാത്രമായ പാട്ടുകൾ കേട്ടുകൊണ്ടിരുന്നാൽ നമ്മുടെ ഉള്ളിലുള്ള വയലൻ്റ് ഭാഗങ്ങൾ വളരെ ശക്തമാകാം. അതൊരു പഠനമാണ്. ഈ ചിക്കാഗോയിൽ അവിടുത്തെ നഗരസഭാധികാരികൾ ചെയ്തൊരു കാര്യമുണ്ട്. ഈ പ്രധാന കോർണറുകളിലൊക്കെ യുവാക്കൾ വെറുതെ വന്നുകൂടും. പിന്നെ മദ്യപാർട്ടികളായി, ചില ലഹരി വിപണനങ്ങളായി, കഞ്ചാവിൻ്റെയും മറ്റും. അപ്പോൾ അവിടെ ഒരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടി ഇവരെന്ത് ചെയ്തു, പലതരത്തിലുള്ള മാർഗങ്ങളൊക്കെ നോക്കി. പക്ഷെ ഒന്നും ഫലപ്രദമാകുന്നില്ല. ഇങ്ങനെ കൂട്ടം കൂടി യുവാക്കൾ വരുന്നു, ശരിയെല്ലാ കാര്യങ്ങളും ഒരുപാട് അവിടെ നടക്കുന്നു. അതൊന്ന് മാറ്റാൻ വേണ്ടി എന്ത് ചെയ്യണമെന്ന് എത്ര ശ്രമിച്ചിട്ടും മനസ്സിലാകാതെ അവർ അവസാനം ഒരു കാര്യം ചെയ്തു. ബീത്തോവൻ്റെയും മൊസാർട്ടിൻ്റെയൊക്കെ സുന്ദരമായ ക്ലാസിക് മ്യൂസിക് പീസുകൾ അവിടെ പ്ലേ ചെയ്യാൻ തുടങ്ങി. പതുക്കെ പതുക്കെ ഈ അക്രമാസക്തിയുള്ള ഏത് തരത്തിലുള്ള അക്രമം അഴിച്ചുവിടുമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന യുവാക്കൾ അങ്ങോട്ട് വരാതെ, കാരണം അക്രമാസക്തിയും
സമാധാനം നിറഞ്ഞ ക്ലാസിക് മ്യൂസിക്കും തമ്മിൽ ഒരുമിച്ച് ചേരില്ല. പതുക്കെ പതുക്കെ ആ ഏരിയ വളരെ സുന്ദരമായിട്ട് മാറി. മാത്രമല്ല, നേരത്തെ അക്രമാസക്തിയുടെ ലോകത്തിൽ നടന്നിരുന്ന പിള്ളേരൊക്കെ കുറച്ചുകൂടി ശാന്ത സ്വഭാവം ആയി മാറുകയും ചെയ്തത്. ഇതൊക്കെ വെറുതെ കാൽപ്പനികമായ കാര്യങ്ങൾ പറയുന്നതല്ല, ഇത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ പാട്ട് ഇത്തരത്തിൽ ജീവിതത്തെ മാറ്റി മറിക്കും എന്ന് തിരിച്ചറിയുക. ഇനി പാട്ടിൻ്റെ വഴികളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് ജീവിതം തന്നെ നീണ്ട നീണ്ട പാട്ടാക്കി മാറ്റിയവരുണ്ട്. രവീന്ദ്രനാഥ ടാഗോർ മരണക്കിടക്കയിൽ കിടക്കുകയാണ്. അദ്ദേഹം അവസാനമായിട്ട് പറഞ്ഞത് എന്താണ്? ദൈവമേ, ഞാൻ പാടണമെന്ന് അങ്ങ് ആഗ്രഹിച്ച പാട്ട് ഞാൻ ഇതുവരെ പാടി തുടങ്ങിയിട്ടില്ല. അതിസുന്ദരമായ കവിത നിറഞ്ഞു തുളുമ്പുന്ന അന്ത്യ മൊഴികൾ. ഞാൻ പാടണമെന്ന് അങ്ങ് ആഗ്രഹിച്ച പാട്ട് ഞാൻ ഇതുവരെ പാടി തുടങ്ങിയില്ലല്ലോ എന്ന് പറഞ്ഞ് ഒരാൾ ഈ ലോകം വിട്ട് സങ്കീർത്തനങ്ങളുടെ ലോകത്തിലേക്ക് സഞ്ചരിക്കുകയാണ്. മൊസാർട്ട് അദ്ദേഹത്തിന് വേണ്ടി തന്നെ ചരമഗീതങ്ങൾ എഴുതിയ ആളാണ്. അജ്ഞാതനായ ഏതോ ഒരു പ്രഭു അദ്ദേഹത്തോട് റിക്വോ മാസിൻ്റെ ട്യൂണുകൾ ചിട്ടപ്പെടുത്താൻ പറയുന്നു. അദ്ദേഹം എങ്ങനെയോ ചിന്തിച്ചു അത് അദ്ദേഹത്തിന് വേണ്ടി തന്നെയുള്ള ചരമഗീതികളാണെന്ന്. അത് അദ്ദേഹം ചിട്ടപ്പെടുത്തി തുടങ്ങി ഏതാനും അതിസുന്ദരങ്ങളായിട്ടുള്ള പാട്ടുകൾ ചിട്ടപ്പെടുത്തി കഴിഞ്ഞപ്പോൾ അദ്ദേഹം മരിക്കുകയും ചെയ്തു. പിന്നീട് അദ്ദേഹത്തിൻ്റെ ശവസംസ്കാര ശുശ്രൂഷയിലെ റിക്വോ മാസിൽ മരിച്ചവർക്ക് വേണ്ടിയുള്ള കുർബാനയിൽ ഈ പാട്ടുകളാണ് ആലാപനം ചെയ്യപ്പെട്ടത്. ഇതുപോലെ തന്നെ പാട്ടും ഈ ലോകത്തിൽ നിന്നും ദൈവത്തിൻ്റെ ലോകത്തിലേക്കുള്ള യാത്രയും തമ്മിൽ ബന്ധിപ്പിച്ചവരുണ്ട്. ജോൺ ഓഫ് ദ ക്രോസ് അദ്ദേഹം അവസാന സമയങ്ങളിൽ ഉത്തമഗീതം പാടിക്കേട്ട് സന്തോഷിച്ച് ഒരു പാട്ടിൻ്റെ ചിറകിലാണ് പതുക്കെ സ്വർഗീയമായ യാത്ര നടത്തിയത്. അവസാനമായിട്ട് അദ്ദേഹം പറഞ്ഞത് പൂക്കൾ പൂക്കൾ പൂക്കൾ. ചുറ്റിലും തിരിഞ്ഞു നോക്കിക്കൊണ്ട് സന്തോഷത്തോടെ പറഞ്ഞതാണ്, എല്ലാം സുന്ദരമായിരുന്നു എന്ന മട്ടിൽ. ഫ്രാൻസിസ് അസീസി അദ്ദേഹത്തിൻ്റെ ഉറ്റ സുഹൃത്തായ ലയോയോട് പറഞ്ഞു, നമ്മുടെ ഏറ്റവും നല്ല ഗായകനെ വിളിക്കുക. അവർ 3 പേരും കൂടി ചേർന്ന്, ഈ ഗായകനും ലയോയും ഫ്രാൻസിസ്കോയും ചേർന്ന് പാട്ടുകൾ പാടി ദൈവത്തിന് നന്ദി പറഞ്ഞ് മരിച്ചു. അപ്പോൾ ചില മനുഷ്യർ പാട്ടുപോലെ അതിസുന്ദരമായി ജീവിക്കുന്നു, ദൈവത്തിൻ്റെ പാട്ടുപോലെ ആളുകളെ തൊടുന്നു, പിന്നെ പാട്ടുപോലെ കടന്നു പോകുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും ഒരു പാട്ടുണ്ടാകട്ടെ. നിങ്ങളുടെ അധരങ്ങളിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടുള്ള ഒരു പാട്ടുണ്ടാവട്ടെ. നിങ്ങളുടെ ജീവിതം സങ്കീർത്തനം പോലെ സുന്ദരമാകട്ടെ. നല്ല യാത്ര നേരുന്നു.